മൾട്ടിവേരിയേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻസിൽ നമ്മൾ അവസാനമായിട്ട് കാണുന്ന ഡിസ്ട്രിബ്യൂഷനാണ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ വിഷാഡ് മെട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്തെടുക്കും. എന്നിട്ട് x1, x2, etc. xn b IID p വേരിയേറ്റ് നോർമൽ വെക്ടേഴ്സ്. അപ്പം നമ്മൾ ഒരു നോർമൽ വെക്ടർ x1 കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? x1 ഈസ് എ p വേരിയേറ്റ് വെക്ടർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ കോളം വെക്ടർ x11, x21, etc. xp1. അപ്പം അങ്ങനെയുള്ള കുറേ n വെക്ടേഴ്സ്, n നമ്പർ ഓഫ് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം x1, x2, etc. xn. അപ്പം xൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് p വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ 0 ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു p/n മെട്രിക്സ് ആണ്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വി ഡിഫൈൻ w ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ്. എന്താണ്? ഒരു p/p മെട്രിക്സ് ആണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് p/n മെട്രിക്സ് ആണ്. അപ്പോൾ p/n ഇൻറ്റു n/p വരും. അതായത് ഒരു p/p മെട്രിക്സ് ആണ്. അപ്പം ഈ മെട്രിക്സ് ഡബ്ല്യുവിനെയാണ് നമ്മൾ വിഷാഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സെൻട്രൽ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ബിക്കോസ് എന്തുകൊണ്ടാണ് സെൻട്രൽ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക? എക്സ് ഐയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് p വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ 0 ആണ്. സോ വി കോൾ ദിസ് ആസ് സെൻട്രൽ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. W ഫോളോസ് WP and സിഗ്മ. അപ്പം വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ ഡിഗ്രി p ആണെങ്കിൽ, അതായത് p വേരിയേറ്റ് നോർമലിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ വിഷാഡിൻ്റെ നൊട്ടേഷനിൽ നമ്മൾ ഡബ്ല്യുവിൻ്റെ സഫിക്സ് ആയിട്ട് p ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, n എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ നമ്പർ, n നമ്പർ ഓഫ് വെക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുക. ആൻഡ് സിഗ്മ ഈസ് ദ ഡിസ്പെർഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പം ഇതാണ്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത് അത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പം ഇനി എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ p വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആണെങ്കിലോ, മീൻ വെക്ടർ മ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ സെൻട്രൽ വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ denoted by WP n sigma delta, where delta is the non-centrality parameter given by delta equal to mu transpose into mu. അപ്പം mu transpose mu എന്താണ്? mu1 square plus mu2 square plus etc. plus mu p square. ഓക്കെ, മീൻസിൻ്റെ കമ്പോണൻ്റ് മീനിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് നോൺ സെൻട്രാലിറ്റി പാരാമീറ്റർ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, W എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ആണ്. അതിനെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ ആൽഫ ഈക്വൽ ടു 1 to n എക്സ് ആൽഫ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് മൾട്ടിവേരിയേറ്റ് നോർമലിൽ നിന്ന് വിഷാഡ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു വെക്ടർ ഉണ്ട്, അവിടെ നമ്മൾ മാട്രിക്സ് ഓഫ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്തു, മെട്രിക്സ് ഓഫ് കമ്പോണൻസ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ഒരു പുതിയ മെട്രിക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ആ മെട്രിക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇനി നമ്മൾ ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഈ ഡബ്ല്യുവിനെ എങ്ങനെയാണോ ഒന്നുകൂടി മെട്രിക്സ് ഫോമിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാമെന്നുള്ളത് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്. മെട്രിക്സ് ഫോമിൽ ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് സമ്മേഷൻ ഓവർ ആൽഫ ഈക്വൽ ടു 1 to n x1 ആൽഫ സ്ക്വയർ വരും. ഓക്കെ, അപ്പം സെക്കൻഡ് എലമെൻറ്റ്. അപ്പം എല്ലാ എലമെൻറ്റ്സും നോക്കുക. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണമെങ്കിൽ മെട്രിക്സ് എഴുതി എക്സ് ആൽഫ എഴുതി അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേഷൻ കാണാനായിട്ട് ഇപ്പം നമുക്ക് ഡബ്ല്യുവിൻ്റെ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കാണേണ്ടത്. അപ്പം നമുക്കറിയാം ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണുക. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ
ഇതിൻ്റെ ഡെറിവേഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യുക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പഠിച്ച മൾട്ടിവേരിയേറ്റ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുക. അത് നമ്മുടെ അവസാന ഭാഗത്താണ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ ആദ്യമേ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം ഉപയോഗിച്ചാണ് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓരോ സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പം ഓരോ സ്റ്റെപ്പും ഓർത്ത് വയ്ക്കുക, കാരണം കുറച്ച് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രൂഫാണ്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ് വേണ്ടത്. സാധാരണ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കാണാൻ എന്ത് വേണം? അതിന് ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനായിട്ടാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. അപ്പോൾ ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കാണണമെങ്കിൽ നമുക്ക് അറിയാവുന്നത് ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ആണ്. അതായത് പി വേരിയേറ്റ് നോർമൽ വെക്ടറിൽ നിന്നാണ് ഈ ഡബ്ല്യു എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന എക്സ് ആൽഫയുടെ ഫോമിലേക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതായത് ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ എക്സ് ആൽഫയുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഫോമിലാക്കി നമ്മൾ മാറ്റുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതി? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് ഡബ്ല്യു അറ്റ് ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ ട്രേസ് ഓഫ് ടി ഡബ്ല്യു. അപ്പം നമുക്ക് ഡബ്ല്യു എന്താണെന്നറിയാം. എക്സ് ആൽഫയുടെ ടേംസിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം ടി ഇൻറ്റു സമ്മേഷൻ എക്സ് ആൽഫ ട്രാൻസ്പോസിൻ്റെ ട്രേസ് ആണ് എക്സ്പോണൻറ്റിൽ വരിക. അപ്പം നമുക്ക് സമ്മേഷൻ ഔട്ട്സൈഡ് എടുക്കാം. ട്രേസ് ആണ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സമ്മേഷൻ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഇനി ഇവിടെ ട്രേസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ടി ഇൻറ്റു എക്സ് ആൽഫ ട്രാൻസ്പോസിന് എങ്ങനെ എഴുതാം? എക്സ് ആൽഫ ട്രാൻസ്പോസ് ഇൻറ്റു ടി എക്സ് ആൽഫ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ രൂപത്തിലാണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോമാണ് എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ. ഓക്കെ, എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറഞ്ഞ് ക്വാഡ്രാറ്റിക് ഫോം നമ്മൾ പഠിച്ചതാണ്. സോ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ടേമിലാണ് ഇത് കിടക്കുക. അപ്പം നമ്മൾ അവിടെ ട്രേസ് എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ നമുക്ക് ട്രേസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് സമ്മേഷൻ ഓവർ എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ സമ്മേഷൻ ഓവർ എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ കൺസിഡർ ചെയ്തു. ഇനി എക്സ് ആൽഫ എന്ന് പറയുന്നത് IID പി വേരിയേറ്റ് നോർമലാണ് അല്ലേ? എല്ലാ IID റാൻഡം വേരിയബിൾസ് ആണ്. സോ നമുക്കിതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? ഇ റേസ് ടു ഐ എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ ഹോൾ റേസ് ടു എൻ എന്ന് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതായത് എക്സ്പോണൻറ്റിൽ സമ്മേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ. അപ്പം അത് ഹോൾ റേസ് ടു എൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, കാരണം എക്സ് ആൽഫ IID ആയതുകൊണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് ഇങ്ങനെ എഴുതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? എക്സ് ആൽഫ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, എക്സൈസ് ആർ ഇൻഡിപെൻഡൻ്റ് നോർമൽ. അതുകൊണ്ട് നമുക്കതിനെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ഇനി എന്താണ്? എക്സൈസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ്. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഹോൾ റേസ് ടു എൻ നമുക്ക് കൺസിഡർ ചെയ്യാം, ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട്. സോ ഇതെന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൽഫ അറ്റ് എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി. സോ അതിനെ ഈ ഒരു ഫോമിൽ എഴുതാം. എക്സ് ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? വി ഡിഫൈൻ എ ന്യൂ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഒരു എന്താണ്? വി ഡിഫൈൻ എ റാൻഡം വേരിയബിൾ y ആൽഫ, റാൻഡം വെക്റ്റർ y ആൽഫ such that y alpha equal to p inverse into x alpha. Okay, this follows p variate normal with the mean 0 and
ഡിസ്പെർഷൻ മെട്രിക്സ് ഐ പി എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ് പി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഒരു സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണ്. അപ്പം സിഗ്മ ഇൻവേഴ്സ് ഈസ് ഓൾസോ പോസിറ്റീവ് ഡെഫിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ മെട്രിക്സ് പി സച്ച് ദാറ്റ് പി ട്രാൻസ്പോസ് സിഗ്മ ഇൻവേഴ്സ് പി ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഓൾസോ പി ട്രാൻസ്പോസ് ടി പി ഈക്വൽ ടു ലാംഡ. അപ്പം ലാംഡ എന്താണ്? ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എൻട്രീസ് ലാംഡ ഐസ്. അതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത്. നോൺ ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 ആയിരിക്കും. ഡയഗണൽ എൻട്രീസ് ലാംഡ 1, ലാംഡ 2 എക്സെട്ര ലാംഡ പി ആയിരിക്കും. അപ്പോൾ ഈ എന്താണ് ലാംഡ ഐ എന്ന് പറയുന്നത്? ടി മൈനസ് ലാംഡ സിഗ്മ ഇൻവേഴ്സ്, അതിൻ്റെ ഡിറ്റർമിനന്റ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ് ലാംഡ ഐസ് എന്ന് പറയുക. എനിക്ക് അത് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ഡിറ്റർമിനന്റ് ടി മൈനസ് ലാംഡ സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം അങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് പി കൺസിഡർ ചെയ്തിരിക്കുക. അപ്പം പി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ആൽഫ ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പം വൈ ആൽഫയുടെ മീനും വേരിയൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? പി ഇൻവേഴ്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൽഫ. എക്സ് ആൽഫയുടെ എക്സ്പെക്ടേഷൻ 0 ആണ്. സോ ഇതിൻ്റെ വൈ ആൽഫയുടെ മീൻ വെക്ടർ എന്ന് പറയുന്നതും 0. അതേപോലെ ഡിസ്പെർഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? പി ട്രാൻസ്പോസ് സിഗ്മ ഇൻവേഴ്സ് പി ഹോൾ ഇൻവേഴ്സ് വരും. അതായത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് അഗെയിൻ ഐഡന്റിറ്റി മെട്രിക്സ്. അതുകൊണ്ടാണ് വൈ ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയഡ് നോർമൽ വിത്ത് മീൻ വെക്ടർ 0യും ഡിസ്പെർഷൻ മെട്രിക്സ് ഐയും വന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അപ്പം വൈ ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ പി വേരിയേറ്റ് നോർമൽ ആയതുകൊണ്ട് അതിൻ്റെ സിംഗിൾ കമ്പോണൻസ് y1 y2 എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? നോർമൽ 0-1 ആയിരിക്കും. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്സ് ആയിരിക്കും വൈ ആൽഫയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. y1 ആൽഫ, y2 ആൽഫ എക്സെട്ര yp ആൽഫ എന്ന് പറയുന്നത്. അപ്പം ഈ വൈനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് 3 കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ സ്റ്റെപ്പ് 1-ലെ ലാസ്റ്റ് ലൈൻ അവിടെ നിന്ന് ഫൈ എക്സ് ആൽഫ ഓഫ് എക്സ് ആൽഫ ട്രാൻസ്പോസ് ഇൻറ്റു ടി. ഹോൾ റൈസ് ടു n നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു സിംഗിൾ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. അപ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ എക്സ് ആൽഫ ട്രാൻസ്പോസ് ടി എക്സ് ആൽഫ. അപ്പം എക്സ് ആൽഫ വെക്ടർ ആയതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക. മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇ റേസ് ടു ഐ ട്രേസ് വരുന്നത്. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പം ഇവിടെ നമുക്ക് എക്സ് ആൽഫയ്ക്ക് പകരം നമുക്കറിയാം വൈ ആൽഫ എന്ന് പറയുന്നത് പി ഇൻവേഴ്സ് എക്സ് ആൽഫ ആയിരുന്നു. സോ എക്സ് ആൽഫയ്ക്ക് പകരം നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? പി ഇൻറ്റു വൈ ആൽഫ. അപ്പോൾ പി ഇൻറ്റു വൈ ആൽഫ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ആൽഫയാണ് പി ഇൻറ്റു വൈ ആൽഫ. അപ്പോൾ എക്സ് ആൽഫ ട്രാൻസ്പോസ് എന്താണ്? വൈ ആൽഫ ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ്. ഓക്കെ, ഈ ഒരു ഫോമിൽ എഴുതി. അപ്പോൾ നോക്കുക, വൈ ആൽഫ ട്രാൻസ്പോസ് പി ട്രാൻസ്പോസ് ടി പി വൈ ആൽഫ. അപ്പോൾ പി ട്രാൻസ്പോസ് ടി പി എന്താണ്? ലാംഡ ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ആണ്. ബാക്കി എല്ലാ എലമെൻസും 0 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ആൽഫ ട്രാൻസ്പോസ് ലാംഡ വൈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ ലാംഡ ജെ വൈ ജെ സ്ക്വയർ. ക്ലിയർ ആണോ? മെട്രിക്സിൻ്റെ വൈ ആൽഫ വെക്ടർ ആണ്. അപ്പോൾ വെക്ടർ ഇൻറ്റു മെട്രിക്സ് ആ ഒരു ഫോം എഴുതി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് വരുന്നത് സമ്മേഷൻ ഓവർ ലാംഡ ജെ വൈ ജെ സ്ക്വയർ ആണ്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം വൈ ജെ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ ജെ സ്ക്വയർ എന്താണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫോളോ ചെയ്യുക. സോ
ഈ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ഐ സമ്മേഷൻ ഓവർ ലാംഡ ജെ വൈ ജെ സ്ക്വയർ ആണ്. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ്പോണന്റിൽ സമ്മേഷൻ കിടക്കുന്നത് കൊണ്ട് എന്താണ്? ഇ റേസ് ടു ഐ ലാംഡ 1 y1 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ ലാംഡ 2 y2 സ്ക്വയർ എക്സെട്ര. അങ്ങനെ കൺസിഡർ ചെയ്യാലോ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് ആയി മാറും. അപ്പം ഇതെന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് വൈ ജെ സ്ക്വയർ. അതായത് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ഓഫ് കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ അറ്റ് ലാംഡ ജെ. അപ്പം നമുക്കറിയാം കൈ സ്ക്വയർ റാൻഡം വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എന്താണ്. അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പം എന്തുകൊണ്ടാണ് നമുക്കിത് പ്രൊഡക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റിയത്? വൈ ജെ എസ് ഐ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. എക്സ് ആൽഫാസ് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വൈ ജെ എന്ന് പറയുന്നതും വൈ ആൽഫ എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അവിടെ നമുക്ക് വൈ ജെയുടെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. വൈ ജെ എസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻസ് ആയിട്ട്, അതായത് പ്രൊഡക്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റിയത്. സോ ദിസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degrees of freedom അറ്റ് ലാംഡ ജെ. അപ്പം നമുക്കറിയാം കൈ സ്ക്വയർ വിത്ത് 1 degrees of freedom അല്ലെങ്കിൽ വിത്ത് n degrees of freedomത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എന്താണെന്ന്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ അറ്റ് 1 degrees of freedomത്തിൽ characteristic function of a chi-square distribution with n degrees of freedom at ti ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്? 1 minus 2it whole raised to minus n/2. അപ്പോൾ ഇവിടെ 1 degrees of freedom ആയതുകൊണ്ട് n എന്ന് പറയുന്നത് 1 ആയി, ടിക്ക് പകരം ലാംഡ ജെ ആണ്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ മാറ്റി എഴുതാൻ പറ്റും. So I minus 2i lambda whole raised to minus 1/2. So this is the characteristic function of x alpha at x alpha transpose t. അപ്പം നമുക്ക് wൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ എങ്ങനെ കിട്ടും? സോ സ്റ്റെപ്പ് 4ൽ നമ്മൾ അതാണ് കൺസിഡർ ചെയ്യുക. wൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ അത് എവിടെ നിന്നാണ്? സ്റ്റെപ്പ് 1ൽ നിന്നാണ് നമുക്ക് കിട്ടുക. ദിസ് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഓഫ് എക്സ് ആൽഫ ഹോൾ റേസ് ടു n ആണ്. അപ്പം ഡിറ്റർമിനൻ്റ് i മൈനസ് 2i ലാംഡ ഹോൾ റേസ് ടു മൈനസ് 1/2 ഹോൾ റേസ് ടു n. അപ്പം അത് ബ്രാക്കറ്റ്സ് അല്ല, നമ്മൾ ഡിറ്റർമിനൻ്റ് എക്സ്പ്രഷനാണ് കൺസിഡർ ചെയ്യേണ്ടത് മെട്രിക്സ് ആയതുകൊണ്ട്. സോ അതൊന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ഇൻ ടേംസ് ഓഫ് ലാംഡ ആണ് കിടക്കുന്നത് അല്ലേ? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡബ്ല്യുവിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അറ്റ് ടി ആണ് വേണ്ടത്. ഇൻ ടേംസ് ഓഫ് ലാംഡ ആണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് നേരത്തെ സ്റ്റെപ്പ് 2ൽ നമ്മൾ കണ്ട ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലാംഡയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ലാംഡയ്ക്ക് പി ട്രാൻസ്പോസ് ടി പി. ഇനി നമുക്ക് അറിയാം പി ട്രാൻസ്പോസ് സിഗ്മ പി എന്ന് പറയുന്നത് ഐ ആണ് അല്ലേ? പി ട്രാൻസ്പോസ് സിഗ്മ ഇൻവേഴ്സ് പി എന്ന് പറയുന്നത് ഐ ആണ്. സോ ഇവിടെ നമുക്ക് ഐക്ക് കൂടി ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതെവിടെ നിന്നാണ്? സ്റ്റെപ്പ് 2ലാണ് നമ്മൾ ഇത് രണ്ടും കണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? പി ട്രാൻസ്പോസും പിയും ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ പി ട്രാൻസ്പോസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും പി നമുക്ക് റൈറ്റ് സൈഡിലേക്കും കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫോമിൽ നമുക്കതിനെ എഴുതാൻ പറ്റും. അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് ഡിറ്റർമിനൻ്റ് അല്ലേ? അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡിറ്റർമിനൻസ് ഓഫ് മെട്രിസസ് ആയിട്ട് നമുക്കിതിനെ തിരിച്ചെഴുതാം. ക്ലിയർ ആണല്ലോ? ഡിറ്റർമിനൻസ് ഓഫ് മെട്രിസസ് ആയിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഡിറ്റർമിനൻ്റ് ഓഫ് പി ട്രാൻസ്പോസ് ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് പി നമുക്ക് ഒന്നിച്ച് കൺസിഡർ ചെയ്യാം. അപ്പം ഡിറ്റർമിനൻ്റ് വാല്യൂ സ്കെയിലാർ വാല്യൂ ആണ് വരിക. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് പി ട്രാൻസ്പോസ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് പി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് പി ട്രാൻസ്പോസ് പി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റെപ്പ് 2ൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കിട്ടും. പി ട്രാൻസ്പോസ് സിഗ്മ ഇൻവേഴ്സ് പി ഐ പി ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ
പി ട്രാൻസ്പോസ് ഇൻവേഴ്സ് കൊണ്ടും റൈറ്റ് സൈഡിൽ പി ഇൻവേഴ്സ് കൊണ്ടും മൾട്ടിപ്ലൈ ആണ്. എന്തിനെ? രണ്ട് ടേമിനെ, ആ ഇക്വേഷനെ മൊത്തത്തിൽ. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്നത് പി ഇൻറ്റു പി ട്രാൻസ്പോസ് ഇൻവേഴ്സ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് പി ട്രാൻസ്പോസ് പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് പി ട്രാൻസ്പോസ് എന്ന് എഴുതാം. രണ്ടും സെയിം ആണല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് എയും ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസും ഈക്വൽ ആണ്. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് പി ട്രാൻസ്പോസ് പിനെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് പി ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. സോ അതിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സിഗ്മ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഒരു ഫോമിൽ അത് വരും. ഇനി നമുക്ക് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സിഗ്മയെ ഈ മെട്രിക്സസിനെ ഒന്നിച്ച് കൺസിഡർ ചെയ്യാം. അതായത് ഡിറ്റർമിനൻ്റ് രണ്ട് ടേംസിനും കൂടെ, ഏതൊക്കെയാണ് രണ്ട് ടേംസ്? ഒന്ന് സിഗ്മ, ഒന്ന് സിഗ്മ ഇൻവേഴ്സ് മൈനസ് 2it. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ഡിറ്റർമിനൻ്റ് കോമൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒന്നിച്ച് ഡിറ്റർമിനൻസിൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? സിഗ്മ ഇൻറ്റു സിഗ്മ ഇൻവേഴ്സ് എന്താവും? ഐ മൈനസ് സിഗ്മ ഇൻറ്റു 2it എന്താണ്? 2i സിഗ്മ ടി. സോ നമ്മുടെ ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് w at t. അപ്പം അതിനെ ഏതൊക്കെ രീതിയിലാണ് മാറ്റിയതെന്ന് ശ്രദ്ധിക്കുക. നമ്മളതിനെ ലാംഡയുടെ ടേംസിലായിരുന്നു. അപ്പം അതിനെ ടിയുടെ ടേംസിലാക്കാൻ ലാംഡയ്ക്കും ഐക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, ഇത് കണ്ടു കഴിഞ്ഞാൽ മൾട്ടിവേരിയേറ്റ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈപ്പ് 2 ആ ഒരു ഫോമിലാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ കിടക്കുക. പക്ഷെ പാരാമീറ്റേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. അതാണ് നമ്മൾ സ്റ്റെപ്പ് 5 കാണാൻ പോവുക. സോ നമ്മൾ ക്ലാരിറ്റിക്ക് വേണ്ടി ആദ്യമേ പി വേരിയേറ്റ് ഗാമയുടെ ഡെൻസിറ്റി ഫംഗ്ഷനും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എന്താണ്? ആൽഫയ്ക്കും ബിക്കും എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം. അപ്പം ഇതെന്ന് പറയുന്നത് മൾട്ടിവേരിയേറ്റ് ഗാമ വിത്ത് ആൽഫ ഈക്വൽ ടു n/2 ആൻഡ് ബീറ്റ ഈക്വൽ ടു, അതായത് ബി ഇൻവേഴ്സ് ഈക്വൽ ടു 2 സിഗ്മ അല്ലെങ്കിൽ ബി ഈക്വൽ ടു 1/2 സിഗ്മ ഇൻവേഴ്സ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഡബ്ല്യുവിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഈ എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്നും കണ്ടുപിടിക്കാൻ പോകുന്നു. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനിൽ ബീറ്റയ്ക്കും ആൽഫയ്ക്കും പകരം നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നമ്മൾ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്നതാണ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? സോ ദിസ് ഈസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പല സ്റ്റെപ്പ് വഴി ഡിറൈവ് ചെയ്ത് മൾട്ടിവേരിയേറ്റ് ഗാമ ഡിസ്ട്രിബ്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് നമുക്ക് ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിനെ ക്ലിയർ ആയിട്ട് ഉള്ള ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. അതായത് ഡെഫിനിഷൻ്റെ ഫോമുല എങ്ങനെയാണ്? Let x1, x2, etc., xn be IID random variables following p variate normal with the mean vector 0 and a dispersion matrix sigma. Then W equal to summation over alpha x alpha transpose is said to have a central Wishart distribution if its PDF is FW of W. അപ്പം അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുക. എല്ലായ്പ്പോഴും നമ്മളൊരു ഡിസ്ട്രിബ്യൂഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിലാണ് നമുക്കത് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ പഠിക്കുക. അപ്പം ഇത് ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിച്ചേക്കാം. അപ്പം എന്താണെങ്കിലും ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന്
കുറച്ച് സ്റ്റെപ്പിൽ 4-5 സ്റ്റെപ്പിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ആ ഒരു പ്രൂഫ് എഴുതിയാൽ മതി. അപ്പം അത് വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിനി നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ബാക്കി ഇനി പ്രോപ്പർട്ടീസ് ആണുള്ളത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.